AICC ആസ്ഥാനത്തെ വന്ദേമാതര ആലാപന വിവാദത്തിൽ സോണിയാഗാന്ധിക്കെതിരെ വീണ്ടും പരാതി. ഒഡീഷയിലാണ് പുതിയ പരാതി ഉയർന്നിരിക്കുന്നത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഭിലാഷ് പാണ്ഡെയാണ് പരാതി നൽകിയത്. ഡൽഹിയിലെ പരാതിയിൽ നിയമോപദേശം തേടി ഡൽഹി പോലീസ്. അതിനിടെ തൃണമൂൽ കോൺഗ്രസും DMKയും സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. KJ ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും സോണിയാഗാന്ധിക്കെതിരെ അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും BJP ഒരു നീക്കം തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെ വീണ്ടും ഈ ഒരു വന്ദേമാതര ആലാപനം തടസ്സപ്പെടുത്തി എന്ന പേരിൽ ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെ ഒഡീഷയിൽ നിന്ന് ഒരു പരാതി ഉയരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വന്ദേമാതര വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം BJPയുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ വിമർശനമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അത് നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ BJP പ്രവർത്തകർ പരാതി നൽകുന്നത്. ആദ്യ സമയങ്ങളിൽ അത് ഹിന്ദുസേന പ്രവർത്തകരായിരുന്നു ആദ്യം ഡൽഹിയിൽ പരാതി നൽകിയതെങ്കിൽ ഹിന്ദു സേന പ്രവർത്തകനായ വിഷ്ണു ഗുപ്തനാണ് ആദ്യം ഡൽഹിയിൽ പരാതി നൽകിയത്. പിന്നീട് അത് കർണാടകയിലെ മംഗലാപുരത്തും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലുമെല്ലാം പ്രാദേശികമായ BJP നേതാക്കളായിരുന്നു പരാതി നൽകിയെങ്കിൽ ഇപ്പോൾ BJPയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയുടെ ഒറീസയിലെ സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ, സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരാതി നൽകുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. മുൻപുള്ള കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് സോണിയാഗാന്ധിക്കെതിരെ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഈ 3 പേരെയും ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ യുവമോർച്ചയുടെ അധ്യക്ഷൻ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് വന്ദേമാതരത്തെ കോൺഗ്രസ് അപമാനിച്ചു, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ അപമാനിച്ചു, അതിനാൽ തന്നെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിനിടയിൽ തന്നെ ഡൽഹിയിൽ പരിശോധിക്കുമ്പോൾ മുൻപ് ഈ ഹിന്ദുസേന പ്രവർത്തകനും മറ്റൊരു അഭിഭാഷകനും നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് നിയമോപദേശത്തിലേക്കെല്ലാം പോലീസ് കടന്നിട്ടുണ്ട്. അത് കേസെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു നിയമോപദേശമാണ് ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് പല സംസ്ഥാനങ്ങളിൽ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 3 സംസ്ഥാനങ്ങളിലാണ് ഇത്തരം പരാതി വന്നിരിക്കുന്നത്. ഒന്ന് ഡൽഹി, അതോടൊപ്പം തന്നെ കർണാടക, ഒറീസ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസും ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കേസ് ഉണ്ടാകുകയാണെങ്കിൽ എന്തു ചെയ്യണം, എന്തെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം മുതിർന്ന അഭിഭാഷകരുമായും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളുമായെല്ലാം ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യവും കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ കേസ് എടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. എന്തായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ ചർച്ചയായി നിർത്തുവാനാണ് BJPയുടെ തീരുമാനം. കാരണം കുറച്ചു നാളുകളായി തന്നെ BJPക്കെതിരെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു, സമരങ്ങൾ ഉണ്ടാകുന്നു, കേന്ദ്രമന്ത്രിയുടെ രാജി ഉൾപ്പെടെ ഉണ്ടാകുകയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം തടിയൂരാനുള്ള ഒരു അവസരമായി ഇപ്പോൾ BJP ഈ വിഷയത്തെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഈ വിഷയം പരമാവധി മുതലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ BJP നിയമ നടപടിയിലേക്കെല്ലാം ഇപ്പോൾ കടക്കുന്നത്. ശരി, എന്തായാലും AICC ആസ്ഥാനത്തെ വന്ദേമാതര ആലാപനം വിവാദമായതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ BJP നീക്കം ആരംഭിച്ചിരുന്നു. പ്രതിഷേധമടക്കം ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്. ഒഡീഷയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരാതി ഉയരുന്നത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഭിലാഷ് പാണ്ഡെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ പരാതിയിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ